ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ കൈകൾ ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്നത്തെ വീഡിയോ വാഹനം തീർത്തും ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ വാഹനം ഓടിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ വണ്ടി ഓടിച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയാത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു വാഹനം ഇടത് ചേർന്ന് ഓടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ ഒരു റോഡ് മനസ്സിലാക്കി കൃത്യമായിട്ടും ഉചിതമായിട്ടുള്ള ഗിയർ കൊടുത്ത് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തുടക്കക്കാരെ സംബന്ധിച്ചുണ്ട്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയാൽ തന്നെ നമ്മളുടെ ഡ്രൈവിംഗ് ഏറ്റവും മികച്ചതാക്കാനായിട്ട് നമുക്ക് കഴിയും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട മെത്തേഡ് ഞാനിത് ഇപ്പോൾ റോഡിൽ ഓടിച്ച് കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഇത് പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ വീഡിയോയിൽ ഒന്ന് കണ്ട് നോക്കുക. അതായത്, ഒരു വാഹനം ഇടത് ചേർന്ന് ഓടിക്കുന്ന സമയത്ത് തുടക്കക്കാരുടെ ഒരു പ്രോബ്ലമാണ് ഗിയർ പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, പക്ഷെങ്കിൽ ഉദ്ദേശിക്കുന്ന ഗിയർ വീടില്ല. ആ ഒരു സമയത്ത് ഇടത് ചേർന്നൊക്കെ വണ്ടി ഓടിക്കും, പക്ഷേ ഗിയർ ഇടുമ്പോൾ ഉദ്ദേശിക്കുന്ന ഗിയർ വീഴാതെ വണ്ടി റോഡിൽ ഓഫായി പോകും, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന റോഡിൽ കൃത്യമായിട്ട് വാഹനം ഓടിച്ചു പോകാനായിട്ട് കഴിയാതെ വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലമാണ് ഗിയർ പ്രോപ്പറായിട്ട് ഇടും, പക്ഷെങ്കിൽ ആ ഒരു സമയത്ത് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞു പോയി റോഡിൽ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം, അതായത് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയറിൻ്റെയും ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒരേപോലെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ഇമ്പ്രൂവ് ചെയ്യും. അതിന് നിങ്ങൾക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. സാധാരണ ഡ്രൈവർമാർ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ കൈകൾ ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാം. വളരെ സിമ്പിളാണ്. അതായത്, നമ്മളുടെ കൈകൾക്ക് ഒരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളുടെ എല്ലാവരുടെയും കൈകൾ ചില സാഹചര്യങ്ങളിൽ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. ഇപ്പം ഞാൻ കൈ ഇങ്ങനെ ഒന്ന് അടിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഈ ഒരു കാര്യം എനിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത് രണ്ടും ഒരേ സൈഡിലേക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു പ്രഷറാണ് കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ എൻ്റെ ഈ ഇടത്തെ കൈ ഈ ഒരു ഭാഗത്തേക്ക് തള്ളുന്നു. ആ ഒരു സമയത്ത് എൻ്റെ വലത്തെ കൈ ഇത് ഇങ്ങനെ തള്ളുന്നു. ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ്. രണ്ടും ഒരേപോലെ ബാലൻസോടെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം രണ്ടിലേക്ക് ഒരേ രീതിയിലുള്ള ഒരു ശ്രദ്ധ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. എന്ന് പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഡാൻസ് കളിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡാൻസ് കളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്നതിനിടയിൽ ഒരേ ടൈമിൽ രണ്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്യേണ്ടി വരും, ആ ഒരു സമയത്ത് മറ്റൊരു മൂവ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരേപോലെ ഒരു ബാലൻസോടെ ചെയ്യുമ്പോഴാണ് ആ ഡാൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, മുന്നോട്ട് എടുക്കുന്നു. അതിനുശേഷം സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞാനിത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പ്രഷർ നൽകിയിട്ടാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നത്. അങ്ങനെ പ്രഷർ നൽകി ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഇടുമ്പോൾ എൻ്റെ വലത്തെ കൈ, സ്റ്റിയറിങ്ങിൽ പിടിച്ചിരിക്കുന്ന എൻ്റെ വലത്തെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇത് ഇത്തരത്തിൽ വലിയും. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഭാഗത്തേക്കൊരു പ്രഷർ കൊടുക്കും. ഇത് ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ്. ഇനി സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോഴോ, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇടുന്നത്. അതായത് ഇങ്ങനെ ഒരു പ്രഷറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ വലത്തെ കൈ ഈ ഒരു രീതിയിൽ മേളിലേക്ക് നമ്മൾ പ്രസ് ചെയ്യും. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കൃത്യമായിട്ടും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ പ്രോപ്പറായിട്ട് വണ്ടി ഇടത്ത് വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ മെല്ലെ നിങ്ങളുടെ വലത്തെ കൈ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക, ഫ്രീ ആക്കി കൊടുക്കുക. ആ ഒരു സമയത്ത് നമ്മളിത് സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം വീണ്ടും നിങ്ങൾ കൈകളിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു ശ്രദ്ധ മാറിയതിന് ശേഷം പ്രോപ്പറായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി ഞാൻ ജസ്റ്റ് വണ്ടി ഓടിച്ചും കൂടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വാഹനം എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു. ഓക്കെ,
ഇനി നിങ്ങൾ സെക്കൻഡ് കൊടുക്കുമ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൊടുക്കാനായിട്ട് ഇത് ഇത്തരത്തിൽ പ്രഷർ കൊടുക്കും. ഈ ഒരു സമയത്ത് ഗിയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിടുന്ന സമയത്ത് ഇത് ഇങ്ങനെ കൈ വലത്തെ സൈഡിലേക്ക് പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി ഇടത്തെ സൈഡിൽ നിന്ന് കൂടുതൽ വലത്തെ സൈഡിലേക്ക് പോകും. ഇപ്പോൾ ഞാനത് അങ്ങനെ തിരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഹോൺ അടിച്ചു, കണ്ടില്ലേ? ഈ ഒരു മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇനി തേർഡിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ നോക്കാം, ഞാനിത് സെക്കൻഡ് ഇട്ടിട്ട് വാഹനം ഇപ്പോൾ വണ്ടി മൂവ്മെൻറ്റിലാണ്. ഓക്കെ, വീണ്ടും ഞാൻ തേർഡ് ഇട്ട് കാണിക്കാം. തേർഡ് ഇടുന്ന സമയത്ത് ഇതേ ഇങ്ങനെ പ്രഷർ കൊടുക്കും. ഇങ്ങനെ പ്രഷർ കൊടുത്ത് തേർഡ് ഇടുന്ന സമയത്ത് ഇത് ഈ കൈ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതേ കൂടുതൽ ഇടത്തെ സൈഡിലേക്ക് പോയിട്ട് സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് ഇടിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുത്തെടുത്തു. അതിനുശേഷം രണ്ട് കൈകൾ നിങ്ങൾ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഇടത് നിങ്ങൾ കൃത്യമായിട്ടും ആണെന്ന് നോക്കുക. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഇത് ഇത്തരത്തിൽ കുറച്ച് ദൂരം അങ്ങനെ പോകേണ്ടി വരും. ഫസ്റ്റ് ഗിയറിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കുക, ഇപ്പോൾ വണ്ടി ഇടത്താണ്, കൃത്യമായിട്ട് ഉറപ്പ് വരുത്തി. അതിന് ശേഷം നിങ്ങൾ കൈ ഇത്തരത്തിലൊന്ന് ജസ്റ്റ് ഫ്രീ ആക്കി കൊടുക്കുക. കൈ ഒന്ന് ഫ്രീ ആക്കി കൊടുത്തിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഇത് സെക്കൻഡ് ഗിയർ ഇടുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് കൈകളും ഇത് ഇത്തരത്തിൽ സ്റ്റിയറിങ്ങിലേക്ക് പിടിക്കുക. കൈ ഒന്ന് ഫ്രീ ആക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലൊരു പ്രഷർ ഒരു സൈഡിലേക്ക് കൊടുക്കാതെ വരുന്നത് കൊണ്ട് തന്നെ വണ്ടി ഒരു സൈഡിലേക്ക് മാറി പോകത്തില്ല. ഇനി തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോകുന്നു, വണ്ടിക്ക് ഞാൻ ഫസ്റ്റ് മൂവ് ആക്കുന്നു. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു വളവാണ്. ഞാനിത് ഇങ്ങനെ വന്ന് തിരിഞ്ഞ് കൃത്യമായിട്ട് വണ്ടി ഇടതാണെന്ന് ഇത് ഉറപ്പ് വരുത്തുന്നു. ഈ ഒരു സമയത്ത് എൻ്റെ കൈ ജസ്റ്റ് ഫ്രീ ആക്കുകയാണ്. ക്ലച്ച് ഔട്ടിട്ട് ഇത് തേടാൻ കൊടുക്കുന്നു. അതിനുശേഷം രണ്ട് കൈകളും സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു. നിങ്ങൾ നോക്കുക, അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഫോർത്തിലേക്ക് കൊടുക്കാവേ. നിങ്ങൾ നോക്കുക, വണ്ടിക്ക് ഫസ്റ്റ് മൂവ് ആക്കുന്നു, വണ്ടി ഇടത്താണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു. ജസ്റ്റ് എൻ്റെ കൈ ഒന്ന് ഫ്രീ ആക്കുകയാണ്. ഫ്രീ ആക്കി ഇതേ ക്ലച്ച് ഔട്ടിട്ട് ഫോർത്ത് കൊടുക്കുന്നു, വീണ്ടും രണ്ട് കൈകളിലേക്ക് വരുന്നു. കണ്ടില്ലേ? ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ വളവുകളിലും ഒരുപാട് സ്റ്റിയറിംഗ് തിരിക്കണ്ട എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്കൊരു ചെറിയൊരു വളവുണ്ട്. നിങ്ങൾ നോക്കുക, ഇവിടെ ഒന്നും നമ്മൾ ഒരുപാട് തിരിക്കേണ്ടതായിട്ടില്ല. ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വളവിലും നമുക്ക് വണ്ടി തിരിച്ച് മൂവ് ആക്കാനായിട്ട് കഴിയുന്നതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ പല ആൾക്കാരും പറയുന്നതാണ്, വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ ഉദ്ദേശിക്കുന്ന ഗിയറിലേക്ക് കൃത്യമായിട്ടും വീഴുന്നില്ല, മറ്റേതെങ്കിലും ഒരു ഗിയറിലേക്ക് പലപ്പോഴും പോയി വീഴുന്നു എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വളരെ ക്വിക്കായിട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മൾ അത്രയും ക്വിക്കായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഞാനിത് വണ്ടിക്ക് ഫസ്റ്റ് മൂവ് ആക്കുന്നു, വണ്ടി മൂവായി. അതിനുശേഷം ക്ലച്ച് ഔട്ടിട്ട് നിങ്ങൾ നോക്കുക, ഞാനിത് വളരെ സാവധാനത്തിലാണ് ഇത് തേർഡ് ഗിയർ കൊടുക്കുന്നത്. അതിനുശേഷം ഇത് എൻ്റെ രണ്ട് കൈകളും വീണ്ടും സ്റ്റിയറിംഗിലേക്ക് വന്നു. കണ്ടില്ലേ? ഇത്രയും ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ചെയ്താൽ മതി. ഓരോ ഗിയർ ഇടുമ്പോൾ കുറച്ച് മൂവ്മെൻറ്റ്സിൽ വാഹനത്തിന് ആക്സിലേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ട് ഓരോ ഗിയർ ഇടും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, തേടി പോകുന്നു, വണ്ടിക്ക് ആക്സിലേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നു. ഇപ്പോൾ ചെറിയൊരു ഇറക്കമാണ്, എൻ്റെ കാലം മെല്ലെ ബ്രേക്കേ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത് വണ്ടി റണ്ണിങ്ങിലാണ്, ഞാൻ ഇത് ക്ലച്ച് ഔട്ടിയിട്ട് ഇത് മെല്ലെ ശ്രദ്ധിച്ചാണ് അടുത്തൊരു ഗിയർ ഇടുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ആദ്യം വാഹനം പഠിച്ചു തുടങ്ങിയ സമയത്ത് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഞാൻ വാഹനത്തിൽ കയറി ഇത് ഇങ്ങനെ ഇരുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്തില്ല, വണ്ടി ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഇരുന്നതിന് ശേഷം നിങ്ങൾ വണ്ടി ഓടിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇപ്പം ഞാൻ ഇവിടുന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലച്ചും ബ്രേക്കിലും കാല് വന്നു, ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്തു, മുന്നിലേക്ക് ആവറേജ് നിരപ്പ് റോഡാണെന്ന് മനസ്സിലായി. ക്ലച്ച് നയിച്ച് ആക്സിലേഷൻ കൊടുത്ത് ഞാൻ ഈ നിരപ്പ് റോഡിൽ വണ്ടി എടുക്കുന്നു. ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഇതേ സെക്കൻഡ് കൊടുക്കുന്നു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണ്, വീണ്ടും ഞാൻ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, തേർഡ് കൊടുക്കുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നു, വീണ്ടും ഫോർത്ത് കൊടുക്കുന്നു. വീണ്ടും അങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു കയറ്റം കണ്ടു, ഫോർത്തിൽ പോകുന്നില്ല എന്ന് തോന്നി, അഡ്വാൻസ് ആയിട്ട് ഞാൻ തേർഡ് കൊടുത്തു. കയറ്റത്തിൻ്റെ അളവ് കൂടിയെന്ന് തോന്നി, വീണ്ടും ഞാൻ സെക്കൻഡ് കൊടുത്തു. വീണ്ടും വലിയ കയറ്റമാണെന്ന് തോന്നി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ വാഹനത്തിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഒരു റോഡിൽ ഇങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്. ഇങ്ങനെ ഓരോ ഗിയറും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഗിയറും ആ റോഡ് മനസ്സിലാക്കിയിട്ട് ഓരോ ഗിയർ ഫോർത്തിൽ നിന്ന് തേർഡ് സെക്കൻഡ് എന്ന ക്രമത്തിൽ നമുക്ക് ഇടാം എന്ന് മനസ്സിലാകും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഗിയറിൻ്റെ പൊസിഷൻ നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയും. ഇത് നിങ്ങളൊരു നിർത്തിയ വാഹനത്തിൽ കയറിയിട്ട് ഒരു നിരപ്പ് റോഡിൽ വണ്ടി ഓടിക്കുന്നത് പോലെ സങ്കല്പിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഓരോ ഗിയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഒപ്പം എൻ്റെ വാട്സപ്പ് നമ്പരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.